തദ്ദേശ തെരഞ്ഞെടുപ്പ് വരിക, ആ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ സൗഹൃദ മത്സരമുണ്ട്. തൃശ്ശൂരിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ കുറെ പേര് അങ്ങ് BJP-യിലോട്ട് മാറി. അതില് അടിപടലം മാറിയ കൂട്ടത്തിൽ അവരുടെ സിറ്റിംഗ് കൗൺസിലറും കൂടെ ഉണ്ട്. അധികാരത്തോടു കൂടി BJP-യിലേക്ക് അങ്ങ് അടപടലം മാറി. അപ്പൊ തൃശ്ശൂരിൽ അവർ പൊട്ടുമെന്ന് ഉറപ്പായേ. തിരുവനന്തപുരത്ത് പൊട്ടുമെന്ന് ഉറപ്പാകുമ്പോൾ പിന്നെ ആര്യ രാജേന്ദ്രൻ മട്ടന്നൂരിലേക്ക് പോവാണ് MLA ആവാൻ വേണ്ടിയിട്ട്. ധന്യക്ക് അറിയാമല്ലോ, ധന്യ തിരുവനന്തപുരംകാരിയാണല്ലോ. തിരുവനന്തപുരത്തുള്ള ഒരാളും വടക്കൻ ജില്ലകളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുകയില്ല. ശ്രീപത്മനാഭന്റെ മണ്ണാണ്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലവുമാണ് അല്ലേ, കജൂർ കച്ചേരി ഇരിക്കുന്ന സ്ഥലവും. സാധാരണഗതിയിൽ ജില്ലയ്ക്ക് പുറത്തൊരു കല്യാണ ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും തയ്യാറാവുക അങ്ങനത്തെ ആൾക്കാരാണ്. ഈ മനുഷ്യന് സച്ചിൻ ദേവ് എന്ന് പറയുന്ന ഈ MLA-ക്ക് തിരുവനന്തപുരത്ത് എല്ലാ സൗകര്യങ്ങളും ഉള്ള MLA ഹോസ്റ്റലില്ലേ, പിന്നെന്താ വീട് സർക്കാർ ചെലവിലുണ്ട് വീട്. അതുപോരാഞ്ഞ് മട്ടന്നൂരിലേക്ക് പോകുന്ന എന്തിനാണെന്ന് പറഞ്ഞ 2 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടി സച്ചിൻ ദേവിൻ്റെ സഹായത്തോടു കൂടി അവിടെ സെറ്റിൽ ചെയ്യാനാണ്. ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയം? ഇപ്പം പണ്ടങ്ങ് ഇങ്ങനെയല്ല രാഷ്ട്രീയം നടത്തിയിരുന്നത്. സഖാവ് P. കൃഷ്ണപിള്ള അങ്ങ് കേരളത്തിന് പുറത്തുനിന്ന് വന്നാണ് വൈക്കത്തും അതുപോലെ അതിനപ്പുറവും അങ്ങ് പിണറായിയിലും പോയി പാർട്ടി പടുത്തുയർത്തിയത്. രാപകലില്ലാതെ കഷ്ടപ്പെട്ടത്. ആ പാർട്ടിയിലെ പുതിയ താരം ജെൻ-സി ആണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസം കടന്നൽ കുത്തിയതുപോലെ തന്നെയാണ് കത്തയച്ച ശേഷം ശിവൻകുട്ടി ആകെ അങ്ങ് മൂഡ് ഓഫാണ്.